അസ്സലാമു വറഹ്മത്തുള്ളാഹി. കേരളത്തിലെ പ്രബോധന രംഗങ്ങളിൽ കൃത്യമായി നിലനിൽക്കുന്ന പ്രഭാഷകരുടെ കൂട്ടായ്മയാണ് മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ ചാരത്ത് ഫത്തുൽ ഫത്തായിൽ നടക്കുന്നത്. മതിയല്ലോ. അതുകൊണ്ട് ഒരു പ്രസംഗം എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നതിനെ കുറിച്ച് ആദ്യമായിട്ട് സംസാരിക്കാൻ വേണ്ടി ചോദിച്ചു. നെഞ്ചേറ്റി പോറ്റിയതാണീ നൂറ്, നൂറ്റാണ്ടിൻ നിറവിലെടുത്ത് പുണ്യ സമസ്ത ജലിത്ത്, നൂറ്റാണ്ടിൻ നിറവിലെടുത്ത് പുണ്യ സമസ്ത ജലിത്ത്, ഉമ്മത്തിൻ കാവൽ കവചം തീർത്തിത മുന്നോട്ട്, ഉയരും മൂവർണ്ണ പൊൻകൊടി കഹനിൽ പാറും ഇസ്സത്തിൽ, സയ്യിദ് മുല്ലക്കോയ വരക്കൾ തങ്ങൾ വരച്ചൊരു പാതയിലായി, സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഗമിക്കും സാരഥിയായി, സയ്യിദ് മുല്ലക്കോയ വരക്കൾ തങ്ങൾ വരച്ചൊരു പാതയിലായി, സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഗമിക്കും സാരഥി. സുംബുലയുടെ അധ്യക്ഷൻ ബഷീർ ഫൈസി ഇന്നത്തെ സംഗമത്തെ പറ്റി പറയുന്നു. റെഡി. നമ്മുടെ സുംബുല എന്ന് പറഞ്ഞ പ്രഭാഷക കൂട്ടായ്മയുണ്ട്. കേരളത്തിലെ സംസ്ഥകളുടെ ജമിയത്തുലമയുടെ എല്ലാ പ്രഭാഷകന്മാരുമുള്ള ഒരു കൂട്ടായ്മയാണ്. അതിൻ്റെ മൂന്നാമത്തെ സംഗമം മലപ്പുറം ജില്ലയിലെ അത്തിപ്പറ്റയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സലീം അഫ്രിക്ക പോലെയുള്ള ഉജ്ജ്വല പ്രഭാഷകന്മാരുടെ സംഗമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രസംഗത്തെ എങ്ങനെ ഡിസൈൻ ചെയ്യാം, ഡിഫൈൻ ചെയ്യാം, അതിൻ്റെ രൂപപ്പെടുത്തൽ, നമ്മുടെ ആദർശം, അങ്ങനെ പ്രഭാഷകനും പ്രഭാഷണവുമായി ബന്ധപ്പെട്ട സകല വിഷയങ്ങളെയും ചർച്ച ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിൻ്റെ കൊള്ളക്കൊടുക്കൽ നടത്തുന്ന ഏറ്റവും മനോഹരമായ, എന്നാൽ ഇത് വലിയ പരസ്യമോ പബ്ലിസിറ്റിയോ ഒന്നും ഇല്ലാതെ ആണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പിറകിൽ കേരളത്തിലെ എല്ലാ പ്രഭാഷകന്മാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിന്റെ ഫലം നിങ്ങൾക്ക് സമൂഹത്തിന്, സമുദായത്തിന് ഉണ്ടാവും. നമ്മുടെ സംഗമത്തെ പറ്റി എന്താ പറയാനുള്ളത്? നല്ല സംഗമം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, സന്തോഷം. ഏറെ നാളുകൾക്ക് ശേഷം പ്രഭാഷകരൊക്കെ ഒരുമിച്ച് വീണ്ടും ഒത്തുകൂടിയിരിക്കുന്നു. വലിയ സന്തോഷം. എല്ലാവരെയും വീണ്ടും പരിചയപ്പെടാനും പരിചയപ്പെടുത്താനൊക്കെ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, വളരെ റാഹത്താണ്. ഞങ്ങളിങ്ങനെ കൂടിയിരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പ്രത്യേകിച്ച് ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നു. അൽഹംദുലില്ലാഹ്, എല്ലാ നിലക്കും അൽഹംദുലില്ലാഹ് നമുക്ക് തന്നെ ഒരു ഉന്മേഷവും സ്വയം വിലയിരുത്താനുള്ള നല്ലൊരു അവസരമാണ്. നമ്മുടെ അറിവിന് വിളിച്ച ഉസ്താദാണ്. അസ്സലാമു അലൈക്കും. മാഷാ അല്ലാഹ്, എന്താ പറയാ, നമ്മളൊന്നൊന്നുമില്ലാതെ തോന്നിപ്പിക്കുന്ന ഒരു സംഗമം. ഓക്കെ, നമ്മുടെ ഷാജി ഷമീർ അസരിയാണ്. മാഷാ അല്ലാഹ്, നമ്മുടെ സംഘത്തെ പറ്റി ഉസ്താദിന്റെ അഭിപ്രായം? അൽഹംദുലില്ലാഹ്, ഒരുമിച്ച് കൂടുതലും വല്ലാത്ത സന്തോഷം. തീർച്ചയായിട്ടും സംഗമം മിയമിയ, മാഷാ അല്ലാഹ്, പറയാൻ വാക്കുകളില്ല. ഗുരുത്തവും പൊരുത്തവും വരുത്താൻ വരുത്തം, വരുത്തിയിൽ ഒരുത്തൻ പെരുത്തേ കരുത്തൻ. മാഷാ അല്ലാഹ്, ഇത് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്, തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ഗസ്റ്റുകൾ ഇനിയും വരാനുണ്ട്. ഇൻഷാ അല്ലാഹ് കാണാം. ഇതുവരെ മന്ത്രവും തന്ത്രവും ചൊന്ന ഇബ്ലീസ് എങ്ങോ പോയി, കേറ്റിൽ റബ്ബേ ഞാൻ വീണ് പോയി, കനിവേഗമേ കാത്തിടണേ ചരയാനിലേ കണ്ണീരില്ല എന്നും കിണ്ണാവിൽ ആടകളുടെയും ഉടയാടകൾ അഴിച്ചുവെച്ച് ഏതെങ്കിലും ഡെസിഗ്നേഷൻ ഉണ്ടെങ്കിൽ അത് മാറ്റിവെച്ച്, പ്രിവിലേജുകൾ മാറ്റിവെച്ച്, ചിലപ്പോഴൊക്കെ ഒരു കുട്ടിയാകാൻ ശ്രമം നടത്തി
സമീപ ദിവസങ്ങളിൽ ഏറ്റവും മനോഹരമായി നമ്മൾ സ്വാതന്ത്ര്യത്തിൽ എങ്ങനെയാണ് ദൈവത്തിൽ ചെയ്യേണ്ടത്, അതിൽ പ്രബോധകന്മാരും പ്രഭാഷകരും സൂക്ഷിക്കേണ്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെ കൃത്യമായി പരസ്പരം ചർച്ച ചെയ്ത് ഒരു പ്രബോധന സമൂഹത്തിൻ്റെ കൃത്യമായ ഒരു മാർഗരേഖയും പ്രബോധിത സമൂഹത്തിന് കൃത്യമായി കിട്ടുന്ന ഒരു നന്മയെയും രൂപാന്തരപ്പെടുത്താനുള്ള സദസ്സാണ്, ഒരു കൂട്ടായ്മയാണ്. മഹാനായ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദിന്റെ ചാരത്തുള്ള ഈ ഒരു സംഗമം ആത്മീയമായ വല്ലാത്തൊരു അനുഭൂതിയാണ്. മുന്തും മദ്ഹ് പാടി ശിഫാവും പൂണ്ട് നബിയെ ഹറാമേറെ കണ്ട കണ്ണാണ് പലവിധ തിന്മകൾക്ക് അടിമയാണ് നിധിയെ ഒന്നു കണ്ട് തെളിയാനാണ് നരകത്തീയിലെറിയും പേടിക്കൊണ്ടാണ് ഹൃദയം പിടക്കുന്നു യാ റസൂലല്ലാഹ് ഇനിയും പാപമാലേ നടത്തിയിടല്ല ഇവനൊരു തൗബ തരുമോ യാ ഷഫീ അല്ലാഹ് ഇനി ഞാൻ ചെയ്യുകില്ല യാ ഹബീബല്ലാഹ് ഇനി ഞാൻ ചെയ്യുകില്ല യാ ഹബീബല്ലാഹ് ഇനി ഞാൻ ചെയ്യുകില്ല യാ ഹബീബല്ലാഹ് നെഞ്ചേറ്റി പോറ്റിയതാണീ നൂറ് നൂറ്റാണ്ടിൻ നിറവിലെടുത്ത് പുണ്യ സമസ്ത ജലിത്ത് നൂറ്റാണ്ടിൻ നിറവിലെടുത്ത് പുണ്യ സമസ്ത ജലിത്ത് ഉമ്മത്തിൻ കാവൽ കവചം തീർത്തിത മുന്നോട്ട് ഉയരും മൂവർണ്ണ പൊൻകൊടി കഹനിൽ പാറും ഇസ്സത്തിൽ സയ്യിദ് മുല്ലക്കോയ വരക്കൾ തങ്ങൾ വരച്ചൊരു പാതയിലായി സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഗമിക്കും സാരഥിയായി സയ്യിദ് മുല്ലക്കോയ വരക്കൾ തങ്ങൾ വരച്ചൊരു പാതയിലായി സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഗമിക്കും സാരഥിയായി കണ്ണീയത്തോരവ കൽബിൽ കൺമണി പോലെ കാത്തില്ലേ കതിർ കാത്തും സത്യസമസ്തയ സയ്യിദർ നെഞ്ചിൽ ചേർത്തില്ലേ